ഹായ് ഹലോ ഞാൻ നിംസ് 777 ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവാണ്. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന റീഡിംഗ് ആണ്. പോസിറ്റീവായിട്ട് ചിന്തിക്കുക, റീഡിംഗ് കാണാൻ ശ്രമിക്കുക. കാർഡ് ഷഫിൾ ചെയ്യുകയാണ്. ഇവിടെ ഇന്നത്തെ എനർജി കറണ്ട് ഫീലിങ്സ് ആണ് നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെയും എനർജിയാണ് നോക്കുന്നത്. Eight of Cups, Eight of Swords, Reverse, 8ന്റെ എനർജിയാണ്. Eight of Wands, എന്താണ് 8ന്റെ എനർജീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്? King of Cups, Nine of Wands, അടുപ്പിച്ച് 3 കാർഡ് 8ന്റെ എനർജിയാണ്. അതാ വീണ്ടും 8ന്റെ എനർജി. Eight of Pentacles, Reverse, ഇവിടെ Death and Rebirth, Reverse, Ace of Swords, Reverse, ഇന്നത്തെ എനർജിയാണ്. King of Swords, Reverse, Ten of Swords, Reverse, ഒരു കാർഡും കൂടി എടുക്കാം. Two of Cups, Reverse, എന്താണ് നോക്കാം. എയ്റ്റ് ഓഫ് കപ്സിന്റെ എനർജി നിങ്ങളുടെ എനർജി ആയിട്ട് ഇവിടെ കാണിക്കുകയാണ്. ഇവിടെ ഇമോഷൻസിനെയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങൾ താൽക്കാലികമായിട്ട് മാറി നിൽക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും സെപ്പറേഷനിലാണ്, നോ കോണ്ടാക്റ്റിലാണെങ്കിൽ നിങ്ങൾ ഒന്ന് മാറി നിൽക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ റിച്വൽ റിലീസിങ് എന്നുള്ളൊരു എനർജിയാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഡിസപ്പോയിൻമെന്റ് കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ മാറി നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നു? നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു കാര്യം നിങ്ങളിലേക്ക് സാധ്യമായിട്ടില്ല. അവരും നിങ്ങളും സെപ്പറേഷനിലാണ്, നോ കോണ്ടാക്റ്റിലാണെങ്കിൽ നിങ്ങൾ അവരെ ചേസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾക്കൊരു ഡിസപ്പോയിൻമെന്റ് ഉണ്ടായി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് മാറി നിൽക്കാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല, ഞാൻ മാറി നിൽക്കാൻ ആഗ്രഹിക്കുകയാണ് എന്ന് നിങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇവിടെ എയ്റ്റ് ഓഫ് സോർട്സിന്റെ എനർജി റിവേഴ്സ് പറയുന്നത് ഫീലിംഗ് ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ്, അവരുടെ എനർജിയാണ്. എന്തുകൊണ്ടാണ് അവർ മാറി നിൽക്കുന്നത്, നിങ്ങളിലേക്ക് ഒരു തീരുമാനം പറയാതെ നിൽക്കുന്നത് എന്ന് യൂണിവേഴ്സ് പറയുകയാണ്. ഇവിടെ ഓൾഡ് സ്റ്റോറി കാണിക്കുന്നു. നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. എന്നാൽ അവർക്ക് തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല. ഹീലിംഗിന്റെ ആവശ്യകതയുണ്ട്. ഇവിടെ വ്യക്തികളുടെ എനർജി ആവാം, അവരിലേക്ക് ഒരു സ്റ്റക്ക് എനർജി കൊണ്ടുവന്നതുപോലെ കാർഡ് പറയാണ്. അതുകൊണ്ടാണ് അവർക്ക് തീരുമാനമെടുക്കാൻ സാധിക്കാത്തത്. എയ്റ്റ് ഓഫ് വാണ്ട്സ് അവരിലെ തിരിച്ചറിവിനെയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്, അവരിലെ തീരുമാനത്തെയാണ്. ഇവിടെ ഇപ്പോൾ താൽക്കാലികമായിട്ട് ഒരു മാറി നിൽക്കുകയാണെങ്കിൽ ഇന്നത്തെ എനർജിയാണ്. അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു, നിങ്ങളുടെ വലുതും ചെറുതുമായിട്ടുള്ള ആഗ്രഹങ്ങൾ സാധ്യമാകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്കമിങ് പോസിറ്റീവ് എന്നാണ്, ഗുഡ് ന്യൂസ് എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യത്തിലേക്ക് തീരുമാനം എത്തുകയാണ്, അവരെത്തും, അവർ തീരുമാനം എടുക്കുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇന്നത്തെ ദിവസം കുറച്ച് സ്റ്റക്ക് എനർജി ആയിട്ട് കാണിക്കുന്നു എന്ന് തന്നെയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ നിങ്ങളുടെ സ്നേഹത്തെയും അവരുടെ സ്നേഹത്തെയും ഒരുമിപ്പിക്കാൻ പോവാണ് എന്ന് യൂണിവേഴ്സ് പറയുകയാണ്. കിങ് ഓഫ് കപ്സിന്റെ എനർജി അവരിലെ തീരുമാനത്തെയാണ് കാണിക്കുന്നത്. ആ വലത് കയ്യിലിരിക്കുന്ന കപ്പ് നിറയെ നിങ്ങളോടുള്ള സ്നേഹമാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്ന എനർജി ആയിട്ട് ഇവിടെ കാണിക്കുകയാണ്. അപ്പൊ നിങ്ങളെ തിരിച്ചു വേണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളിലേക്ക് ആ ഒരു പോസിറ്റീവ് എനർജി അവർ കാണുന്നുണ്ട്. നിങ്ങളിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് ഒരു ഫ്യൂച്ചർ, ഒരു ഫാമിലി അവർ ആഗ്രഹിക്കുന്നു. ക്ലാസിക് റൊമാൻറ്റിക് ഫീലിങ്സിനെ മീൻ ചെയ്യുന്നു. അപ്പോൾ അവർ പദ്ധതികളാണ്, പ്ലാൻ ചെയ്യാണ്, സീക്കിംഗ് കണക്ഷൻ എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോഴത്തെ നിങ്ങളുടെ ഇമോഷനെ ഹോൾഡ് ചെയ്യുക. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നു അതുപോലെ തന്നെ നിൽക്കുക. ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. തിരിച്ചറിവ് വന്നുകൊണ്ട് അവർ നിങ്ങളിലേക്ക് തന്നെയാണ്. നൈൻ ഓഫ് വാണ്ട്സിന്റെ എനർജി അവരിലെ തീരുമാനത്തെയാണ് മീൻ ചെയ്യുന്നത്. ഇവിടെ അവർക്ക് ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കേണ്ട ആവശ്യകതയുള്ളൂ. അവരിലെ ഫൈനൽ പുഷിനെയാണ് യൂണിവേഴ്സ് മീൻ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഡിഫിക്കൽട്ട് ചോയ്സ് ആയിട്ട് കാണിക്കുകയാണ്, എങ്കിലും നിങ്ങളിലേക്ക് തന്നെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ചെറിയൊരു തടസ്സമുള്ളതായിട്ട് കാണിക്കുന്നു, ഒരു ഡിഫൻസിനെ കാണിക്കുന്നുണ്ട്.
ഇപ്പോഴത്തെ സാഹചര്യം, ഇന്നത്തെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യാണ്, നിങ്ങളെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്, ആക്ഷൻ എടുക്കും എന്ന് തന്നെയാണ് മീൻ ചെയ്യുന്നത്. ഇവിടെ 8 ഓഫ് പെന്റക്കിൾ റിവേഴ്സ് പറയുന്നു നിങ്ങളുടെ എനർജിയാണ്. ഇവിടെ നിങ്ങൾ ഏതൊരു കാര്യത്തിൽ ഷോർട്ട് കട്ട് സ്വീകരിച്ചിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. ഒരു എക്സ്പീരിയൻസ് ഇല്ലായ്മ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അത് നിങ്ങളിലേക്കൊരു അബഡൻസിന് ഒരു തടസ്സമായിട്ട് നിന്നിട്ടുണ്ട്. നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. നിങ്ങളിലേക്കൊരു തടസ്സം നിങ്ങൾ തന്നെയാണ് സൃഷ്ടിച്ചതെന്ന് പറയുന്നു. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ പറയുകയാണ്. ഇവിടെ ആ തടസ്സം മാറും. ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു സ്റ്റക്ക് എനർജി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് സാധ്യത എന്ന് യൂണിവേഴ്സ് പറയുന്നു. ഇപ്പോൾ തടസ്സമാണ്. ഇവിടെ ഡെത്ത് ആൻഡ് റീബർത്ത് റിവേഴ്സാണ് വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ പാസ്റ്റിലെ എനർജിയിൽ കുടുങ്ങിക്കിടക്കുന്നു, നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. അവർ നിങ്ങളിലേക്ക് തന്നെയാണ് തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെ അറ്റാച്ച്മെന്റിനെയാണ്, നിങ്ങളും അവരും തമ്മിലുള്ള മാനസിക പൊരുത്തത്തെ, ആ റിലേഷൻഷിപ്പിന്റെ ബോണ്ടിനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഇവിടെ നിങ്ങളിലേക്ക് വരുവാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ അവർക്ക് റിഗ്രറ്റ് ഉണ്ട്. ഹോപ്പ് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് കാർഡ്സിലൂടെ പറയുന്നത്. ന്യൂ ബിഗിനിങ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ബന്ധത്തിൽ കാണുന്നത്. തടസ്സങ്ങൾ ഉണ്ട്, തടസ്സങ്ങൾ നീക്കിക്കൊണ്ട് അവർ വരും എന്ന് തന്നെയാണ് ഹോപ്പ്, പ്രതീക്ഷയാണ് കാണിക്കുന്നത്. ഏസ് ഓഫ് സോർട്സിന്റെ എനർജി റിവേഴ്സ് ആണ്. ഇവിടെ ഈ ഒരു ബന്ധത്തെക്കുറിച്ച് നിങ്ങൾ ഓവർ അനലൈസിങ് ചെയ്യുന്നു എന്നാണ്. നിങ്ങളിലേക്കൊരു സ്റ്റക്ക് എനർജി എന്തുകൊണ്ട് വന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു എന്നാണ് കടമയും ചെയ്യുന്നത്. ഇവിടെ ജഡ്ജ്മെന്റിനെ കാണിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് നീതി കിട്ടുന്നു, പക്ഷേ ഇവിടെ ഒരു സത്യം നിങ്ങൾ അറിയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സണിൽ നിന്നാവാം, ആ ഒരു കാര്യത്തിലേക്കാണ് നിങ്ങൾ തിങ്ക് ചെയ്യുന്നതായിട്ട് ഇവിടെ മീൻ ചെയ്യുന്നത്. ബ്രില്യന്റ് മൊമെന്റ് ഓഫ് ക്ലാരിറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. കിങ് ഓഫ് സോർട്സിന്റെ എനർജി റിവേഴ്സ് പറയുന്നു. ഇവിടെ ഒരു മാനിപ്പുലേഷൻ സംഭവിച്ചിട്ടുണ്ട്, പാസ്റ്റിലെ എനർജിയാണ്. എന്നാൽ ഇവിടെ അവരിലെ ഇന്റലിജൻസിനെയും കാണിക്കുന്നു. മറ്റൊരു വ്യക്തിയിൽ നിന്നും ഓവർ കൺട്രോൾ ചെയ്യപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ എന്തുകൊണ്ട് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയി എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് മറ്റൊരു വ്യക്തിയാൽ അവർ കൺട്രോൾ ചെയ്യപ്പെട്ടിരുന്നു. ചില സമയങ്ങളിൽ വളരെ കോൾഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ്, എന്നാൽ ചില സമയങ്ങളിൽ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. ഇത് മറ്റൊരു വ്യക്തിയുടെ ഇടപെടൽ ഈ ഒരു ബന്ധത്തിൽ ഉള്ളത് കൊണ്ടാണ് എന്ന് യൂണിവേഴ്സ് പറയാണ്. എന്നാൽ അവരുടെ ഡിസിഷൻ എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ്. ആ ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, മറ്റൊരു വ്യക്തിയാലാണ് എനിക്ക് ഈ ഒരു സെപ്പറേഷൻ സംഭവിച്ചത് എന്ന്. 10 ഓഫ് സോർട്സിന്റെ എനർജി റിവേഴ്സ് പറയുന്നു. അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഡിലേ വരുമ്പോൾ നിങ്ങളുടെ ചിന്ത എന്ന് പറയുന്നത്, ഞാൻ ഇനിയും വെയിറ്റ് ചെയ്യണോ, ഞാൻ മാറിപ്പോയി കൂടെ, എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ ചെയ്തുകൂടെ എന്നാണ്. അപ്പോൾ നിങ്ങളിലേക്കൊരു റിക്കവറി എന്നാണ് തിരിച്ചറിവ് വന്നുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെ യൂണിവേഴ്സ് കാണിക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് സെൽഫ് ലവ് ആണ്. അവർ പൂർണ്ണമായിട്ടും എന്നിലേക്ക് വരുമെങ്കിൽ വരട്ടെ എന്നുള്ളൊരു ചിന്തയിലാണ് നിങ്ങൾ ഇപ്പോൾ പോകുന്നത്. നിങ്ങളിലേക്ക് ചില സന്ദർഭങ്ങളിൽ നെഗറ്റീവ് ഇമോഷൻസ് വരുന്നുണ്ട്. നിങ്ങൾ തീരുമാനമെടുക്കുന്നതിൽ ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. അവരിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നു, എന്നാൽ മാറി നിൽക്കണമെന്നും ആഗ്രഹിക്കുന്നു. ഒരു സ്റ്റാൻഡിലെത്താൻ നിങ്ങൾക്ക് സാധിക്കാത്തൊരവസ്ഥ കാണിക്കുകയാണ്. യൂണിവേഴ്സ് പറയുന്നത് എവരിഡേ ഹീലിംഗ് എന്നാണ്. നിങ്ങളും അവരും പാസ്റ്റിൽ ആരെങ്കിലോടും ദേഷ്യം വൈരാഗ്യം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഹീലിംഗ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ 2 ഓഫ് കപ്സിന്റെ എനർജി വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ തിരിച്ചുവരവ് തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഇമോഷൻസ് ബ്ലോക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, അത് അവർ പറയുന്നുണ്ട്. ഇവിടെ വേറൊരു വ്യക്തി എന്നെ കൺട്രോൾ ചെയ്തിരുന്നു. അപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് കാർഡ് ചെയ്യുന്നത്. എന്നാൽ നിങ്ങളുടെ സ്നേഹം സ്വീകരിക്കുവാൻ തയ്യാറായിട്ട് നിൽക്കുന്ന നിങ്ങളുടെ പേഴ്സണെയാണ് കാണിക്കുന്നത്. നിങ്ങളെ വിട്ടുപോകാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ വേണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ അവരുടെ ഇമോഷൻ എന്ന് പറയുന്നത് അവർ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അവർക്ക് നല്ല രീതിയിലുള്ള മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഒരു ശരിയായ തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള തിരിച്ചറിവ്. ഇവിടെ പ്രശ്നങ്ങൾക്ക് മേലെ പ്രശ്നങ്ങൾ വരുമോ എന്നുള്ളൊരു ചിന്തയാണ് കാണിക്കുന്നത്. എന്നാൽ അവർ തിരിച്ചു വരും. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളാണൊരു പോസിറ്റീവ് എനർജി, നിങ്ങളാണ് അവരെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് തിരിച്ചറിയാണ്. ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷനെ തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. എന്നാൽ ഇവിടെ ചിന്തകൾ എന്ന് പറയുന്നത് അവർ തെറ്റ് ചെയ്തിട്ടുണ്ട്. ആ തെറ്റ് തിരുത്തിക്കൊണ്ട് വരുമ്പോൾ നിങ്ങൾ സ്വീകരിക്കുമോ എന്നുള്ള ഭയവും ഇവിടെ കാണിക്കുന്നുണ്ട്. വലിയ പ്രശ്നങ്ങളിലേക്ക് ചെല്ലുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ വേണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹവും. അപ്പോൾ തീരുമാനം എന്ന് പറയുന്നത് നിങ്ങളുടെയാണ്. നിങ്ങളും അവരും തമ്മിലുള്ള ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇവിടെ ആവശ്യമാണെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. ഓറക്കിൾ ഡെക്ക് എടുക്കുകയാണ്.
ഓൺ ദി മൂവ് എന്നാണ് കിട്ടിയിട്ടുള്ളത്. മൂവിങ് എവേ ഓർ ഗെറ്റിംഗ് എ ന്യൂ ഹോം ടുഗദർ. അപ്പോൾ ദൂരേക്ക് മാറുകയോ അല്ലെങ്കിൽ ഒരു പുതിയ ഭവനം, ഒരുമിച്ചുള്ള ജീവിതത്തെ നിങ്ങൾ തന്നെ സൃഷ്ടിക്കേണ്ടതാണെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. അപ്പോൾ നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നെഗറ്റീവ് വ്യക്തികളുണ്ട്, അവരിൽ നിന്ന് മാറി താമസിക്കാൻ യൂണിവേഴ്സ് പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രോഗ്രസ് വരണമെങ്കിൽ നിങ്ങളും അവരും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ടത് ഇങ്ങനെയാണെന്ന് പറയുന്നു. നിങ്ങൾ മാത്രമായിട്ടുള്ള ഒരു ലോകത്തിലേക്ക് മാറുക, വ്യക്തികളെ മാറ്റി നിർത്തുക എന്നാണ്. അപ്പോൾ കൺട്രോൾ ചെയ്യപ്പെടുന്ന വ്യക്തികളിൽ നിന്നും മാറി ചിന്തിക്കുക, അകലം പാലിക്കുക എന്നാണ് പറയുന്നത്. റാംബ്ലിംഗ് റോസ്, ഗ്രോവിംഗ് അപ്പാർട്ട് ഓർ ഗെറ്റിംഗ് സം സ്പേസ് ടു തിങ്ക്. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കുറച്ചും കൂടി ചിന്തിക്കാനായിട്ടുള്ള അവസരം വേണം, സ്പേസ് വേണമെന്നാണ്. അപ്പോൾ ഈ ഒരു ബന്ധത്തെക്കുറിച്ച് നിങ്ങൾ ഒന്ന് അനലിറ്റിക്കലി തിങ്ക് ചെയ്യുന്നു എന്ന് തന്നെയാണ് മീൻ ചെയ്യുന്നത്. എംബ്രേസ് ചേഞ്ച്, ട്രൂ ചലഞ്ചസ്, ട്രൂ കണക്ഷൻസ് ക്യാൻ ഫ്ലോറിഷ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനത്തെ കാണിക്കുകയാണ്, നിങ്ങളിലേക്ക് വരുന്ന ഒരു മാറ്റത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിക്കുകയാണ്. അപ്പോൾ ട്രൂ കണക്ഷൻസ് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് മീൻ ചെയ്യുന്നത്. നിങ്ങളുടെ തീരുമാനമാണ് ഇവിടെ നിങ്ങളിലേക്ക് ഒരു പ്രോഗ്രസ് കൊണ്ടുവരുന്നതായിട്ട് കാണിക്കുന്നത്. ഇവിടെ ഷിഫ്റ്റ്, ഗ്രോത്ത്, ജേർണി എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ആ മാറ്റങ്ങൾ എന്ന് പറയുന്നത് തിരിച്ചറിവ് തന്നെയായിട്ടാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ എൻചാന്റഡ് വിസ്പർ എന്ന് കാണിക്കുന്നു. ലിസൺ ടു യുവർ ഹേർട്ട് ആൻഡ് ടേക്ക് എ ചാൻസ് ഓൺ ലവ്. അപ്പോൾ നിങ്ങളുടെ ഹൃദയം പറയുന്നത് കേട്ടിട്ട് നിങ്ങളുടെ പ്രണയത്തിൽ ഒരു ചാൻസ് കൊടുക്കാൻ പറയുകയാണ്, ഒരു അവസരം കൊടുക്കാൻ പറയുകയാണ്. വണ്ടർ, ഡ്രീംസ്, പ്രോമിസ് എന്നുള്ളൊരു എനർജിയാണ്. അപ്പോൾ ഒരു പ്രോമിസ് തരാൻ അവർ തയ്യാറാണ്. തെറ്റ് വന്നിട്ടുണ്ട്, പക്ഷെ നിങ്ങളിൽ നിന്നും പോവാൻ അവർ ആഗ്രഹിക്കുന്നില്ല. സ്വപ്നം എന്ന് പറയുന്നത് നിങ്ങളോടൊപ്പമുള്ള ജീവിതമാണ് കേട്ടോ. അത് തന്നെയാണ് അവിടെ കാണിക്കുന്നത്. ഒരു കാർഡ് കൂടി എടുക്കുകയാണ്. ഇൻ ഡെപ്ത്, കണക്റ്റിംഗ് ഓൺ എ ഡീപ്പർ ലെവൽ ഓർ കോംപ്ലക്സ് ഫീലിങ്സ്. ഈ ഒരു പ്രണയത്തിൻ്റെ ആഴത്തെ യൂണിവേഴ്സോട് മനസ്സിലാക്കി തരികയാണ്. ഇതെവിടെ എന്തായി പോകുന്നൊന്നല്ല എന്നാണ് പറയുന്നത്. ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് അവർക്കും നിങ്ങൾക്ക് ഒരുപോലെ വേദനിക്കുന്നു എന്ന് തന്നെയാണ് മീൻ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നത്. അപ്പം നിങ്ങൾ തമ്മിൽ പരസ്പരം മനസ്സിലാക്കപ്പെടുന്നതിനെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരികയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള റീഡിംഗ് ആണ്. ഈ റീഡിംഗ് ഞാൻ നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം നിംസ്.